എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഈ ശേഷം കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കുറിച്ചുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ എക്സാം വാല്യുവേഷൻ ലിബറൽ ആണോ എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്ന സംശയമാണ്. മോസ്റ്റ് പ്രോബബ്ലി വന്നാൽ സാധാരണഗതിയിൽ 6ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ലിബറൽ തന്നെയാണ്. ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അവസാന സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ മാക്സിമം വിദ്യാർത്ഥികളെ, അതായത് ജയിപ്പിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളെയെല്ലാം സാധാരണഗതിയിൽ ജയിപ്പിച്ച് വിടാറുണ്ട്. ഒരു ടഫ് തരത്തിലുള്ള, അതായത് മാർക്ക് പിടിച്ചു വെച്ച് ഇടുന്ന തരത്തിലുള്ള ഒരു വാല്യുവേഷൻ 6ാം സെമസ്റ്ററിൽ പോകാറില്ല. 6ാം സെമസ്റ്ററിൽ കുറച്ച് ലിബറൽ തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഈ കൊല്ലം മാത്രമല്ല, ഏതൊരു കൊല്ലത്തെ കേസ് എടുത്താലും അതങ്ങനെ തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറൽ തന്നെയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഈ വെള്ള പേപ്പറിൽ ഒരിക്കലും മാർക്കിട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ലിബറൽ ആണെങ്കിൽ പോലും നിങ്ങൾ ആ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഇപ്പം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് മാർക്കിടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പല വീഡിയോകളും ചെയ്യുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അവിടെ നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും ലഭിക്കും. അപ്പോൾ വാല്യുവേഷൻ ലിബറലൊക്കെ തന്നെയാണ് തീർച്ചയായും. എല്ലാവർക്കും ഏപ്രിൽ 22, ഏപ്രിൽ 23, ഏപ്രിൽ 24 തീയതികളിലാണ് ഈ വാല്യുവേഷൻ നടക്കുക. ശേഷം ഒരു മെയ് ഇലക്ഷന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം ഒരു മെയ് 10 തന്നെ നിങ്ങളുടെ റിസൾട്ട് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ പുതിയ കാണുന്ന ഫൗണ്ടേഴ്സ് ഫോർ വാച്ചിങ്. ബൈ.